ശ്രീകൃഷ്ണൻ പറഞ്ഞു. മനസ്സിനെ പതുക്കെ ദൃഢനിശ്ചയത്തോടെ എല്ലാ വിക്ഷേപങ്ങളിൽ നിന്നും പിൻവലിച്ച് ആത്മാവിൽ സ്ഥിരപ്പെടുത്തണം. അശാന്തമായ മനസ്സ് വഴിതെറ്റുമ്പോഴെല്ലാം അതിനെ സൗമ്യതയോടെ ആത്മനിയന്ത്രണത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. ശാന്തമായ മനസ്സുള്ള, ആഗ്രഹങ്ങൾ ശമിച്ച, പാപരഹിതനായ, ദൈവത്തിൽ ഏകീഭവിച്ച യോഗി പരമാനന്ദം അനുഭവിക്കുന്നു. അവൻ എല്ലാ ജീവികളിലും ആത്മാവിനെ കാണുന്നു. ആത്മാവിൽ എല്ലാ ജീവികളെയും കാണുന്നു. അവൻ എല്ലായിടത്തും ഒരേ ദൈവസാന്നിധ്യമാണ് കാണുന്നത്. ധ്യാനം മനസ്സിനെ അടിച്ചമർത്തുന്നതല്ല, സ്നേഹത്തോടെ പരിശീലിപ്പിക്കുന്നതാണ്. മനസ്സ് വഴിതെറ്റും, അത് സ്വാഭാവികമാണ്. ഓരോ തവണയും കോപമില്ലാതെ അത് തിരിച്ചുകൊണ്ടുവരണം. അങ്ങനെ മനസ്സ് ശാന്തമാകും, ദുഃഖം കുറയും, ആനന്ദം സ്വയം ഉദിക്കും. മനസ്സിനെതിരെ യുദ്ധം വേണ്ട, ക്ഷമയും പരിശ്രമവും മതി. ശാന്തത പരിശീലനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥ സന്തോഷം ആഗ്രഹങ്ങളിലല്ല, ആത്മബോധത്തിലാണ്. യോഗം എന്നത് പൂർണ്ണയല്ല, നിരന്തരമായ തിരിച്ചുവരവാണ്. ശാന്തതയിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങാൻ പഠിച്ചാൽ ജീവിതം തന്നെ ലഘുവും പ്രകാശമുള്ളതുമായിരിക്കും.